ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാജ്മ കറി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മൾ മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ക്യുമിൻ സീഡ്സ്, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഒരു കറുത്ത ഏലക്കായ, പിന്നെ ഒരു പട്ട അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതും എരിവിന് ആവശ്യത്തിന് കുറച്ച് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടൊമാറ്റോ പ്യൂരിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും 2-3 ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിഡ്നി ബീൻസ് അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒരു രാജ്മ വെന്ത് വരുന്ന വരെ ഒന്ന് വിസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രാജ്മ കൂടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി എത്രയെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കസൂരി മെത്തി, കൊറിയൻഡർ ലീവ്സ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഒരു അടിപൊളി രാജ്മ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. താങ്ക് യു.